കയറുമ്പോൾ ഇവിടുത്തെ ഈ പുല്ലില്ലേ, പുല്ലുമുണ്ടാകുന്ന ഈ ഒരു പറന്നു പോകുന്ന അപ്പൂപ്പൻ അടി പോലത്തെ സാധനം അത് മെയ്ത്ത് കെട്ടി കഴിഞ്ഞാൽ ചൊറി കേട്ടോ. ഇതേപോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് വരും കേട്ടോ. BTM-ലാണ് ഇന്ന് ഞാൻ ഇപ്പോൾ സമയം പുലർച്ചെ 4:10 കേട്ടോ. ഇന്ന് ഞാൻ ഭീമന കിണ്ടി ബേട്ടയിലേക്കാണ് പോണത്. സംഭവം ഇപ്പം ഒരു മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ നിന്നിട്ടുള്ളൂ. ഇന്ന് സൺറൈസ് കാണണം കേട്ടോ എൻ്റെ ആഗ്രഹം. ഇതില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ തിരക്കിട്ട് ഇറങ്ങിയ സമയത്തിൻ്റെ ഗ്ലൗ എല്ലാം ഞാൻ മറന്നുപോയി അവിടെ. ഞാനിപ്പോൾ നൈസ് റോഡ് കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വേഗാ സെറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ വിലേക്കള്ളി അങ്ങനെ കയറിയിട്ടാണ് പോകുന്നത്. സാധാരണ ഇപ്പോൾ ഇങ്ങനെ ഡേ ട്രിപ്പിൽ ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുതിയ പിള്ളേരൊക്കെ ബാംഗ്ലൂർക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പഴയ ആൾക്കാർ തന്നെ വരുന്ന സമയത്ത് അവർക്കൊക്കെ ഒരൊറ്റ ചോദ്യമുള്ളൂ, എവിടെയാണ് നമുക്കിപ്പോൾ ഒന്ന് 2 ദിവസം പോയി കാണാൻ പറ്റുന്ന സ്ഥലം, അടുത്ത് എവിടെയാണ് നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നന്ദി ഹിൽസാണ്. പക്ഷേ നന്ദി ഹിൽസ് അല്ലാതെ നമുക്ക് ഡേ ട്രിപ്പ് ഒരു 55 കിലോമീറ്റർ തൊട്ടിട്ട് ഒരു 60, 65, 70 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് പോയി കാണാൻ പറ്റിയ ഒരുപാട് ലേക്സ്, ഒരുപാട് ഹിൽ സ്റ്റേഷൻസ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത കഴിഞ്ഞ ഒരു 4-5 വീഡിയോസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഡേ ട്രിപ്പ് ഒരു 50-55 കിലോമീറ്ററിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ബാംഗ്ലൂരിൽ കാണാൻ വരുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ പോയി കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ച് ആ ദിവസം തന്നെ ഒരു രാവിലെയൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വൈകുന്നേരം ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് റൂമിലേക്ക് തിരിച്ചെത്താൻ പാകത്തിന് അത്രയും ഡിസ്റ്റൻസിലുള്ള ഡേ ട്രിപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. മഴ പെയ്ത് നിന്നതുകൊണ്ടില്ലേ ഒരുമാതിരി വൃത്തിയിട്ട തണുപ്പ് കിട്ടും. അതേപോലെ ഞാനാണെങ്കിൽ ഗ്ലൗ എടുത്തിട്ടില്ല. പെട്ടെന്ന് ഇറങ്ങിയ സമയത്ത് മഴ ഇല്ലാത്ത സമയം നോക്കി ഇറങ്ങിയതാണ്, അപ്പോൾ ഗ്ലൗ എടുത്തിട്ടില്ല. ഞാൻ നൈസ് റോഡ് തിരഞ്ഞെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. എനിക്കൊന്നും ഗൈസ് എൻ്റെ മുമ്പിൽ വലിയൊരു കുഴിയുണ്ടോ കണ്ടോ, അവിടുന്ന് വരുന്ന വണ്ടിയൊക്കെ അല്ല, അതിൻ്റെ നേരെ മുമ്പിലായിട്ടൊരു കുഴി വെച്ചേക്കുന്നത്. പകലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ രാത്രി ഉണ്ടല്ലോ, രാത്രി ഇത് കാണില്ല നമ്മൾ. ഇപ്പം ഞാൻ പോയി അതിൽ ചാടേണ്ടതേനു. എന്തോ ഭാഗത്തിന് ഞാനത് കണ്ടിൻ്റെ മുമ്പിൽ എൻ്റെ ബാക്കിലൊരു കാറ് വന്നിട്ടുണ്ടായി, അതിൻ്റെ ലൈറ്റ് അടിച്ചതുകൊണ്ട് ഞാൻ കണ്ടു. ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം JCB അത് ഇത് എല്ലാം. അപ്പോൾ രാത്രിയൊക്കെ നൈസ് റോഡ് കൂടെ വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. റോഡിലെല്ലാം വലിയ വലിയ കുഴി കാര്യങ്ങളെല്ലാം കുഴിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ സമയം 5:20 കേട്ടോ. സംഭവം ഒറ്റയടിക്ക് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ട്രെക്കിങ് ചെയ്യാനുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോൾ ഒന്ന് ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം ഒരു വെളിച്ചമൊക്കെ വന്നിട്ട് ഒരു 6 മണിയൊക്കെ ആവുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് വെളിച്ചം വരും, ഒന്ന് നല്ല രീതിയിൽ വെളിച്ചം വരും. പക്ഷേ സൺറൈസ് ആവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ ലെറ്റ്സ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതേപോലെ 1.5 കിലോമീറ്റർ ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ ട്രെക്കിങ് ചെയ്യണം. വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ പുറക്കാരുടെ കൂട്ടുകാരന്മാരൊക്കെ കാണുന്ന സമയത്ത് പറയുന്നുണ്ട് അങ്ങനെ ഒന്നും പോകരുത്, സൂക്ഷിക്കണം എന്നല്ലോ. സോ ദിസ് ഈസ് എ കൺസെപ്റ്റ് ഫ്രം ദം. മണിയായിട്ടോ, ഇത്രയാണ് കേട്ടോ നമുക്ക് ലൈറ്റ് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ മൂടി നിൽക്കുന്നുണ്ട്, അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസംബറാണ്, നേരം വൈകിയാൽ നേരം വെളുക്കുള്ളൂ കേട്ടോ. ഈ 2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ നല്ല റോഡൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. എന്നാലും ഇടക്കും തലക്കൊക്കെ വലിയ കുഴിയും കുണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് കാണാനാവുന്ന ഒരു പത്രത്തിലുള്ള വെളിച്ചവും കാര്യങ്ങളൊക്കെ വന്നിട്ടോ. അതുകൊണ്ട് ഇപ്പം സേഫാണ്. പിന്നെ ഞാൻ ഗ്ലൗ എടുക്കാത്തതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റടിക്കുന്നതുകൊണ്ടേ കയ്യൊക്കെ ഒരുമാതിരി ഭയങ്കര തണുപ്പ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴല്ലേ ആ എൻഡിൽ ഇങ്ങനെ ഒരു മതിൽ വെച്ചതുപോലെയാണ് കേട്ടോ, കണ്ടോ, അങ്ങനെ ഒരു മതിൽ വെച്ച്. ആ ഹിൽ സ്റ്റേഷനൊക്കെ ഉറപ്പായിട്ട് ഉഷാറ് സ്പോട്ടായിരിക്കും, എനിക്ക് നല്ല ബിലീഫ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ പോകുന്നത് അങ്ങോട്ടല്ല കേട്ടോ. എനിക്കിവിടുന്ന് ഇനി 18 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ ശരിക്കും ഞാൻ അവിടുന്ന് ആ മുകളിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്തില്ലേ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഒരു മതിൽ വെച്ചതുപോലെ ആയിരുന്നു കേട്ടോ എനിക്ക് ഫീൽ ചെയ്ത്. ഗൈസ്, ഇതാണ് കേട്ടോ കനകപുര കബ്ബാലു റോഡ്. നമ്മളിതാക്കണേ, അയ്യോ ഇവിടുന്ന് അവിടെ ഭയങ്കര സ്ലോപ്പാണ്. നമ്മളിതൊക്കെ ആ റോഡ് എടുക്കണം കേട്ടോ. ഒരു ടേണിങ് വന്നപ്പോൾ പറഞ്ഞെന്നുള്ളൂ. ഐ ഫെൽ ലൈക്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഗായ്സ്, ഇവിടെ ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഓരോ വളവ് കഴിയുമ്പോഴും ഓരോ ഹിൽ സ്റ്റേഷനാണ് കേട്ടോ. അത് കണ്ടോ, അതൊരു ഹില്ല്, അതൊരു ഹില്ല്, ബാക്കിലൊരു ഹില്ല്, ഇതാ നേരെ മുമ്പിലൊരു ഹില്ല്, മൊത്തം ഹിൽ സ്റ്റേഷനാട്ടോ എടുത്ത് പറയേണ്ട ഒരു കാര്യം. അതേപോലെ ഈ റോഡെല്ലാം ഭയങ്കര അടിപൊളിയാണ്. കനകപുര കബ്ബാലു റോഡ് എന്നാട്ടോ ഈ റോഡിൻ്റെ പേര്. ഇതിനിടയ്ക്ക് ചെറിയൊരു വില്ലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ സംഭവം 6:40 ആയെങ്കിലും കൂടിയിട്ട് എവിടെയും സൂര്യൻ്റെ
ഒരു ഇതൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ പോയിട്ട് സൺറൈസ് കിട്ടുമോ ഇല്ലയോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരക്കിട്ട് പോകുന്നത്. അടിപൊളി. ഇത് സംഭവം ആക്ച്വലി എൻ്റെ പ്ലാനിലുള്ളതല്ല, എന്നാലും അവിടെ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ റോഡിൻ്റെ മുകളിൽ കൂടെ പോകുന്നുണ്ട്, കാണിച്ചു തരാം. ഓ പൊളി. ഇങ്ങോട്ടേക്കുള്ള കൃഷിയൊക്കെ ഉള്ള വെള്ളം ഇതിൽ നിന്ന് എടുക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് ആ റോഡിൻ്റെ മുകളിൽ കൂടെ വെള്ളം പോകുന്നിടത്തോടെ വണ്ടി അടിച്ചാൽ നല്ല ഇഷ്ടപ്പെട്ടു. അതൊന്നുകൂടി ചെയ്യണം. സ്ലിപ്പാകുമൊന്നുമില്ല കേട്ടോ, കാരണം എപ്പോഴും വണ്ടികൾ അങ്ങോട്ടും കൊണ്ട് പോകുന്നതുകൊണ്ടേ സ്ലിപ്പാകുന്ന ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. That was nice. കാറ്റ് കൊടുത്ത എന്താണേ. കുറച്ച് ഭയങ്കര ഫോറസ്റ്റൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടോ. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര ഫോറസ്റ്റാണ്. ഇവിടുത്തെ ഫോറസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, അധികം മരങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര ഡ്രൈ ആയി കിടക്കുന്ന പോലെയായിരിക്കും. നമുക്കിത് അവിടെ ചെറിയൊരു ലെഫ്റ്റ് ടേണിങ് വരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ആകെ 1.3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ബൈക്ക് നിൽക്കുന്നിടത്ത് 1.3 കിലോമീറ്റർ ഉള്ളൂ. അയ്യോ, എനിക്ക് വഴി എത്തി. യൂ ടേൺ എടുക്കണം. വർത്തമാനത്തിലായിപ്പോയി. അവിടെ നിന്ന് ചേട്ടൻ എന്താ പറഞ്ഞത്? ഓക്കെ, സംഭവം ഏത് ഭാഷയിലാണ് പറഞ്ഞാൽ അറിയില്ല. അവിടെ ചെന്നിട്ട് കൈയിൻ്റെ ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ കുറച്ചുകൂടി ഫ്രണ്ട്. പിന്നെ എനിക്ക് മാപ്പ് കാണിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ഫ്രണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോകാമെന്ന് കാണിക്കുന്നില്ല. അപ്പുറത്ത് കൂടെ പോകണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. സംഭവം എനിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഏത് ഭാഷയാണ് ഉപയോഗിച്ചതൊന്നും മനസ്സിലായില്ല കേട്ടോ. ഹായ്, പശുമ്പ. നല്ല രസമുള്ള പുല്ല്. നെല്ലാണെന്ന് തോന്നുന്നു കേട്ടോ. നെല്ലാണ് കേട്ടോ. സ്റ്റേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ എടുത്തിട്ടാട്ടോ പോകുന്നത്. ഈ റോഡ് ഇങ്ങനെ അവരം വരെ പോകുന്നത് എന്താണെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഇത് വേറെ എങ്ങോട്ടെങ്കിലും ഉള്ള റോഡാണെന്ന് അറിയില്ല, കാരണം ഇതിന് മുകളിലേക്ക് എങ്ങനെ കയറുകയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒന്നും വഴികളും കാണുന്നില്ല കേട്ടോ. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ, അവരോടും ചോദിച്ചോ. ഹായ് അണ്ണാ, എപ്പിടി മുകളിലേക്ക്? ഓക്കെ. ഇവിടെ ഇങ്ങനെ മറ്റേ ഇലക്ട്രിക് കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഇലക്ട്രിക് കമ്പിയാണോ ഇതെന്താ സംഭവം എന്നറിയില്ല. ഇതുമ്പോൾ തൊടാൻ പാടില്ല കേട്ടോ. ഇത് സോളാറിൻ്റെ ലൈന് പോകുന്ന സംഭവം കേട്ടോ. ഇതുമ്പോൾ തൊടാൻ പാടില്ല. നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ ചെറിയൊരു വഴിയുണ്ട്. ഇത് ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ അണ്ണാ, ഇതിവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കുന്ന ഇവിടെ ഉള്ള ഒരു ലോക്കലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എന്താ പറയണത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെല്ലാം കറക്റ്റ് സേഫ് ആക്കിയിട്ട് ലോക്ക് ചെയ്യാനാട്ടോ പറയുന്നത്. എനിക്ക് എക്സ്ട്രാ ഒരു ലോക്ക് ഉണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്യും, ടയറിന് ഇടും കേട്ടോ. ഇത് കേട്ടോ ഇതാക്കുന്ന ഇവിടുന്ന് ഈ ഇലക്ട്രിക് കമ്പി ഇല്ലേ, അതങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ മതി കേട്ടോ പറഞ്ഞത്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, അതുകൊണ്ട് ഞാൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രീ ആണ്. ഇന്നെനിക്ക് ആരുടെയും എന്താക്കണ്ട കംഫർട്ടബിലിറ്റി കാര്യങ്ങൾ ഓരോ ടൈം ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ ഇലക്ട്രിക് കമ്പി ഉണ്ടല്ലേ. അപ്പോൾ അവിടെ ഒന്ന് അതെങ്ങനെ ഫോളോ ചെയ്ത് മുകളിലേക്ക് പോയാൽ മതി എന്നാട്ടോ പറഞ്ഞത്. ഇതിന് ഒരു റീല് കണ്ടിട്ടാട്ടോ വരുന്നത്. അപ്പോൾ റീൽ എന്താ പറയണത് വെച്ച് കഴിഞ്ഞാൽ 3 വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ പറയണേ. ഇതുവരെ ഞാൻ ഫസ്റ്റത്തെ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയില്ല. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വഴി തെറ്റി പോകുന്നില്ല കേട്ടോ. ഇവിടെ നമുക്ക് ട്രാക്ക് ഉണ്ട്. ട്രക്കിങ് ഒരു 1.5 ട്രക്കിങ് കേട്ടോ. ഞാൻ പകുതിയും കൂടി ആയില്ല, തളർന്ന് ഞാൻ നടക്കാൻ വയ്യ. അടാറ് ട്രക്കിങ് കേട്ടോ. ഒറ്റക്കൊന്നും ആവില്ല. അയ്യോ, ഹൗ വാസ് ദ ട്രക്കിങ്? സൂപ്പറാ. സെൽഫി എടുക്കുന്ന. ഓക്കെ, വെയിറ്റ് ആൾക്കോ. ലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ലേക്ക് കേട്ടോ. താഴെ ഇങ്ങനെ കാണണേ. അയ്യോ, പേടിക്കണ്ട. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സമയം 7:30 ആയിട്ട് എന്താക്കിയില്ല, ഓഫായില്ല. എൻ്റെ ഭാര്യയിലൊക്കെ കെട്ടുപിടിങ്ങിയെന്നാണ് തോന്നുന്നത്. എൻ്റെ മോനെ
കുപ്പി വെള്ളം മേടിക്കാൻ എനിക്ക് ആ ബുദ്ധി എനിക്ക് ഓടിയില്ല. ഞാൻ അടാറ് ട്രക്കിങ് ആട്ടോ, ഒരു രക്ഷയില്ല. ശരിക്കും ഞാൻ ഇരുന്നു പോയി. സെറ്ററൊക്കെ ഒരു കൈ പിടിച്ചത് നന്നായി. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോഴല്ലേ ഇവിടുത്തെ ഈ പുല്ലില്ലേ, പുല്ലുമുണ്ടാകുന്ന ഈ ഒരു പറന്നു പോകുന്ന അപ്പൂപ്പൻ നടി പോലത്തെ സാധനം, അത് മേത്ത് തട്ടി കഴിഞ്ഞാൽ ചൊറി കിട്ടോ. അയ്യോ അടിപൊളിയാട്ടോ ഗൈസ്. ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് റിയലി നൈസ്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു 20-25 കിലോമീറ്റർ 70-75 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ഒരു നല്ലൊരു ട്രക്കിംഗ് പോയിന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് സ്പോട്ട്. ഇറ്റ്സ് റിയലി ഓസം ഗൈസ്. ഐ എം ടെല്ലിങ് യു ദിസ് ഈസ് റിയലി ഓസം. ഞാൻ ലാസ്റ്റ് ടൈം പോയിട്ടുണ്ടായിരുന്നില്ലേ കൂട്ട്കാലുപേട്ട, അതും അടിപൊളിയാണ്, ഇതും അടിപൊളിയാണ് കേട്ടോ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 18 കിലോമീറ്റർ ആണ്. രണ്ടും രാംനഗർ ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. അതിന് ഒരുപാട് റിസംബ്ലൻസ് ഉണ്ട്. ബട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കനകപുരം ഏരിയയിൽ ഇഷ്ടം പോലെ എന്തുണ്ട്, ഇതേപോലെ ഹിൽ സ്റ്റേഷൻസ്, ട്രക്കിംഗ് പോയിന്റ്, ലേക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം ഇന്ന് റെസ്റ്റ് എടുത്ത് എനിക്ക് മുകളിലേക്ക് പോകണം. അടിപൊളി വ്യൂ ആടോ. എന്താ വെച്ചാൽ നടന്ന് കയറണം, ലിഫ്റ്റൊന്നും ഉണ്ടാവില്ല. ഇതാണ് കേട്ടോ രണ്ടാമത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ കയറി ഞാൻ കയറിയിട്ട് കാണിച്ചു തരാം. ആദ്യം ഇവിടെ പോയിട്ട് മെയിൻ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ മെയിൻ വ്യൂ ഇത് രണ്ടാമത്തെ വ്യൂ പോയിന്റ് മാത്രമാണ്. ഓക്കെ. ഓ ഇത് ഭയങ്കര ഭീകരത കേട്ടോ. താഴെ നോക്കുമ്പോൾ എൻ്റെ ബൈക്ക് ഉണ്ട് അവിടെ താഴെ നിർത്തിയിട്ടേക്കുന്നു. ഓ അടിപൊളി എൻ്റെ മോനെ. ഇവിടെ അങ്ങോട്ട് ട്രാക്കൊന്നുമില്ല. അപ്പുറത്ത് കൂടെ ഒരു ഔട്ട്പുട്ടുണ്ട്. ഔട്ട്പുട്ട് അല്ലാതെ ട്രാക്കുണ്ട്. അങ്ങെത്തുമോ നോക്കട്ടെ. അയ്യോ ലൈൻ കമ്പി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. ഒറ്റയ്ക്ക് വരുന്ന ഒരു രസമാണ് കേട്ടോ. വെറുതെ ഇരിക്കുമ്പോഴല്ലേ ഒറ്റയ്ക്ക് വരുന്ന ഒരു രസമൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ. പോകുമ്പോൾ അടിപൊളി അടിപൊളി സ്ഥലം. ഓ എൻ്റെ മോനെ, അങ്ങോട്ടേക്കുള്ളൊരു വ്യൂവും കോടയെല്ലാം അടിപൊളിയാട്ടോ ഗൈസ്. എന്താ പറയുക ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ആകെ കോടയൊക്കെ വന്ന് അടിപൊളിയായിട്ടോ. ഓ ഞാൻ ഇന്ന് രാവിലെ ഒറ്റയ്ക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഉള്ളിൽ ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു സങ്കടം ഉണ്ട്. ഞാൻ പിന്നെ വേറെ ആരുടെയും കംഫർട്ടബിലിറ്റി ഒന്നും നോക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇന്നത്തിനെ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ച് കൊണ്ടുവരുമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ പൊന്നോ, ഇതേപോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് വരും കേട്ടോ. ഇത് കണ്ടോ, ഒരു രക്ഷയില്ല ഗൈസ്, പൊളിയാണ്. പക്ഷെ രാവിലെ വരണം ഗൈസ്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ മാക്സ് വ്യൂ. കാരണം ഇതിൻ്റെ ഇവിടുന്ന് മുകളിലേക്ക് ഇനി വഴി കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ വലിയൊരു ഗേറ്റ് വേൻ്റെ ഒക്കെ സൈഡിൽ കൂടെ ഉള്ള ഒരു ഊടുവഴിയാണ് കേട്ടോ അത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റത്തെ വ്യൂ എന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിലേക്കൊന്നും പോകാൻ ഇതിൽ കൂടെ ഒന്നും വഴിയോ ട്രാക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല. മുകളിലേക്കൊന്ന് കയറി നോക്കാം, കയറാൻ പറ്റുമില്ല. ഇതാണോ ഇതിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ചെറിയൊരു വഴിയൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് ആരെങ്കിലുമൊക്കെ കയറിയതാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓക്കെ ഓക്കെ ഇതിൽക്കൂടെ ഒരു വഴിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് വഴിയല്ല, ഇവിടുന്ന് മുകളിലേക്ക് കയറാനും പറ്റില്ല. ഇവിടെ വന്നിട്ട് വഴിയാണ്. ഇവിടെ പോയാൽ കേട്ടോ. ഓ ഷിറ്റ്.
ഗേറ്റ് വേൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് കയറാൻ കുറച്ച് പാടാട്ടോ, കുറച്ച് നല്ല പാടാണ്. അയ്യോ സ്ക്വിഡാണല്ലേ. ഇവിടുന്ന് വേണ്ടി താഴേക്ക് നോക്കിയാലും കാണൂല, മുകളിലേക്ക് നോക്കിയാലും കാണൂല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഭയങ്കര കുത്തനെ കേട്ടോ, കയറ്റങ്ങളെല്ലാം പിടിച്ച് വേണം കയറാൻ. എൻ്റെ മോനെ കണ്ടില്ലേ, എനിക്ക് അതിൻ്റെ മുകളിലേക്കാണ് പോകണ്ടേ. ഇവിടുന്ന് അവിടെ പ്രോപ്പറായിട്ടുള്ള ട്രാക്ക് ഉണ്ട്, പക്ഷെ കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അഡ്വഞ്ചർ അധികം പ്രിഫർ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മുകളിലേക്ക് വരാൻ ഞാൻ സജസ്റ്റ് ചെയ്യൂല. ഇവിടെ 2 ട്രാക്ക് കണ്ടു, അതിൽ ആദ്യത്തെ വഴി കൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് ആദ്യത്തെ വഴി. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതൊരു വ്യൂ പോയിൻ്റ്, അങ്ങോട്ടേക്കുള്ള ഒരു ചെറിയ പാസ് ത്രൂ ആണ് കേട്ടോ. കത്തിച്ചിട്ടില്ലേ, വർത്താനം പറയാൻ വയ്യ. ഓക്കെ, ഓ മുള്ളു കയറി, ഓ അടിപൊളി. എൻ്റെ മോനെ, ഞാൻ അതിൻ്റെ മുകളിലേക്ക് പോകണമെന്ന് വിചാരിച്ചത്, ഞാൻ പക്ഷേ അതിനേക്കാൾ എത്രയോ മുകളിലെത്തിയിട്ടോ. അതൊക്കെ കണ്ടില്ല, അതൊക്കെ എൻ്റെ താഴെയുള്ളത്. ആ ട്രാക്ക് അവിടെ വരെ ഉള്ളൂ 10 മീറ്റർ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇതാണ് കേട്ടോ 2ാമത്തെ ട്രാക്ക്. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും ചിലപ്പോൾ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് എന്ന് തോന്നുന്നു. ഓ പറഞ്ഞതിൽ അങ്ങനെ. എൻ്റെ മോനെ, അയ്യോ അടിപൊളി കേട്ടോ. കോടായിരുന്നു കയറി വരുന്നോളൂ, മുള്ളു കയറിയിട്ട് മുറിഞ്ഞിട്ടോ. ഇവിടെ വേറെ വ്യൂ പോയിന്റ് കൂടി ഉണ്ട്. എല്ലാവരും അവിടെ ഓടുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ അവിടെ വലിയൊരു അടിപൊളി ഒന്നുമില്ല കേട്ടോ. ആ സൈഡാണ് അടിപൊളി, ആ ഭാഗം കേട്ടോ അടിപൊളി. ഇതിനാടെ വലിയൊരു എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാനില്ല. ഗൈസ്, ഞാൻ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടോ. അവിടെ വന്നപ്പോൾ എനിക്ക് ഇവരൊക്കെ ഞാൻ പരിചയപ്പെട്ട്. ഹായ് ബ്രോ. ഓക്കെ, ഇവരെല്ലാവരും ഞാൻ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാവില്ല, ഒരു പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവില്ല. ഇവരെല്ലാവരും കന്നഡ സംസാരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാൻ പറയുന്നത് മലയാളം, ഇവർക്ക് ആർക്കും മനസ്സിലാവില്ല. ഇവരെല്ലാവരും ഇവിടുത്തെ യു ആർ ബീങ് ലോക്കൽ ഹിയർ? ഓക്കെ, ഇവരെല്ലാവരും ഇവിടുത്തെ ലോക്കലാണ് കേട്ടോ. ഇയാൾ where are you from? I am from നോർത്ത് കർണാടക. ഇവിടെ ഇപ്പോൾ പോലീസാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്. ഇവരുടെ കൂടെ ഒരു 3-4 ആൾക്കാരും കൂടി ഉണ്ട്, അപ്പുറത്തെ സൈഡിലേക്ക് പോയി കേട്ടോ. സോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇതിന് ഇതാക്കുന്ന 360 ഡിഗ്രി വ്യൂ ആണ്. ആ സൈഡിലും ഉണ്ട് നമുക്ക് വ്യൂ, ഇവിടെയുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ടൈം ലാപ്സ് ഇപ്പോൾ കാണിക്കാം. ഗൈസ്, ഇത് ശരിക്കും എന്താ പറയുക എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് ഞാൻ ഇതുവരെ ഇത്രയ്ക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ഇത്രയ്ക്ക് ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. ഞാൻ താഴെ വന്നപ്പോൾ ആ ചെറിയൊരു ഗേറ്റ് വേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നില്ല, പാറ കൊണ്ടുണ്ടാക്കിയ. അവിടേക്ക് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ ദാറ്റ്സ് എനഫ്, അത്രയേ ഉള്ളൂ, അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്.
പിന്നെ ഞാൻ നോക്കുമ്പോൾ ചെറിയൊരു ട്രാക്ക് കണ്ട് ചുമ്മാ ഒന്ന് കയറി നോക്കിയത് അങ്ങനെ കേട്ടോ അതിൻ്റെ മുകളിലെത്തിയത്. ഇറ്റ്സ് സോ ഓസം എന്ന് പറഞ്ഞാൽ സോ ഓസം. ടൈം ലാപ്സൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അടിപൊളി കേട്ടോ ടൈം ലാപ്സ്. ഞാൻ കയറി വന്നപ്പോൾ എടുത്ത ടൈം ലാപ്സാണത്. അതിന് ശേഷമാണ് അതിന് മുമ്പുള്ള വീഡിയോ എടുത്തത്. സോ ദിസ് ഈസ് എ പെർഫെക്റ്റ് പ്ലേസ്. എന്തുകൊണ്ടും അടിപൊളിയാണ്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടേ മുകളിലേക്ക് അഡ്വഞ്ചർ അധികം ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യൂല. കാരണം ഭയങ്കര ഡിഫിക്കൽട്ടാണ് കയറിപ്പോരാൻ. ഓക്കെ ഫൈൻ. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ മുകളിൽ കയറി തിരിച്ച് താഴെ വന്നു കേട്ടോ. ആകെ വേർത്ത് കുളിച്ചിട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ ഏറ്റവും ടോപ്പ് പോയിട്ട് വരിക. ഇവിടുന്ന് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 10-50 മീറ്റർ കൂടി കയറണം. അവിടെ കയറിയിട്ട് വരും കേട്ടോ. ഇത് ഇവിടെ ഉള്ള ആംഗിൾ ഞാൻ നേരത്തെ പോകുമ്പോൾ കാണിച്ചു തന്നില്ല, ആ ആംഗിളാണ് കേട്ടോ. അപ്പോൾ വന്ന പാടെന്നോട് മോഹം കഴിക്കാനാണ്. ഒന്ന് ഫ്രഷ് ആയിട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സ്ഥലമാണ്, അടിപൊളി സ്ഥലം. എൻ്റെ പൊന്നോ, ഞാൻ ആകെ വേർത്ത് കുളിച്ചിൻ്റെ കാലിൽ നിന്നൊരു ബലമില്ലാതായി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. സ്റ്റേ ട്യൂൺഡ്, അപ്ഡേറ്റഡ്. ഓക്കെ.